എടി നീ ഉണ്ടാക്കിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ കേട്ടാ. കൊണ്ടടുത്ത് അഴിഞ്ഞാടിയിട്ട് വന്നിരിക്കണവളെ. മോളെ ഒറ്റയ്ക്കിരുന്നും ബോറടിച്ചില്ലേ? വല്ല ജോലിക്കും ശ്രമിച്ചൂടെ? അവ ഓഫീസിൽ പോകുമ്പോ എല്ലാം വേവിച്ചു വെച്ച പിന്നെ മക്കൾക്ക് കൂടെ ഒരു ജോലി ഇല്ലല്ലോ. ചേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അപ്പൊ പോണ്ടെന്ന് പറഞ്ഞു. അവൻ പറയണത് നല്ലതാണെങ്കിൽ മാത്രം നീ കേട്ടാ മതി. ഞാനും ഇതുപോലെ ഭർത്താവിന് ആവശ്യത്തിനും അനാവശ്യത്തിനും അനുസരിച്ചാണ് ഈ അടുക്കളയിൽ കിടക്കുന്നത്. അമ്മ ഏതുവരെ പഠിച്ച്? പ്രീ ഡിഗ്രി വരെ പോയോളൂ. പിന്നെ ടൈപ്പിനും പോയി എൻ്റെ ഇടയിൽ തയ്യാലും പഠിക്കാൻ പോയി. പിന്നെ കല്യാണം കഴിഞ്ഞ അടുക്കളയിലും പോയി എൻ്റെ ജീവിതം. അന്ന് ഈ പഠിപ്പ് വെച്ച് വല്ല ജോലിക്കും പോകാൻ പറ്റുമായിരുന്നു, തച്ചാലും മതിയായിരുന്നു. അതൊന്നും നടന്നില്ല. അതിനിടയ്ക്ക് അവൻ ജനിച്ച് ഇപ്പൊ ഇവിടം വരെ എത്തി. എങ്കിൽ ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യല്ലേ? ധൈര്യമായിട്ട് ചെയ്യും. ആ നീ വന്നാ? അവളോടെ 5 മണി ആവാറായല്ലേ ഉള്ളു. അവളിപ്പോ വരും. നീ എന്തൊന്ന് നേരത്തെ? നീ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. ആ ചേട്ടൻ വന്നാ? അതുകൊണ്ടൊക്കെ എനിക്കിതാ കാണാൻ പറ്റില്ല. നീ ആരോടെ ചോദിച്ചിട്ട് ഈ വീടിന്റെ വെളി ഇറങ്ങിയത്? ഞാൻ പറഞ്ഞതല്ലേ ജോലി റെഡി ആയി ഞാൻ ഇങ്ങോട്ട് പോകുന്നു. നിന്റെ കൂടെ ഞാൻ പോണ്ടെന്ന് പറഞ്ഞാൽ നീ കേട്ടില്ലേ? അല്ല പോയാണ്ട് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. ചേട്ടന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് സഹായിക്കാനും പറ്റുമല്ലോ. പിന്നെ എനിക്ക് ആരെ മുമ്പിലും കൈ നീട്ടണ്ടല്ലോ, ഒരു 10 രൂപയെങ്കിലും എടുക്കാലോ. എടി നീ ഉണ്ടാക്കിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ കേട്ടാ. കൊണ്ടടുത്ത് അഴിഞ്ഞാടിയിട്ട് വന്നിരിക്കണവളെ. വാക്കുകൾ പുറത്തോട്ട് വരുമ്പോഴേ സൂക്ഷിക്കണം കേട്ടല്ല. നിനക്ക് അവളെ പൈസ വേണ്ടായിരിക്കും. എവക്ക് എന്തെങ്കിലും വേണമെങ്കിലേ ഒരുത്തന്റെ മുമ്പ് കൈ നീട്ടണ്ട. കഴിഞ്ഞ 25 കൊല്ലം കൊണ്ടേ ഞാൻ എടുത്ത തീരുമാനമാണത്. എന്നെ പോലെ ഒരുത്തിയെ ഇനി ഈ അടുക്കളയിൽ ജീവിതം തള്ളി നീക്കേണ്ടത്. ദൈവം എനിക്കൊരു പെങ്കൊച്ചിനെ തന്നില്ല, ഇപ്പൊ തന്നു. അതുകൊണ്ട് അവള് ജോലിക്ക് പോകും. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവള് ചെയ്യും. ഇനിയിപ്പോ അവൾ എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം നീ അവളെ ചോദ്യം ചെയ്താൽ മതി. അല്ലാതെ ഒരു അക്ഷരം ഉണ്ടല്ലോ നിന്റെ വായി നീണു വരും. ഞാനേ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കുടി അങ്ങോട്ട്. Download ShareChat.